ബൈക്കിൽ ആർക്കും തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളിലെ ഒരു സിമ്പിൾ കാര്യമാണ് ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ കാര്യമാണ്, പക്ഷേ അത് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ക്ലച്ച് വിയർ ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് താനും. ക്ലച്ച് ഫ്രീ പ്ലേ എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ ഈ ഒരു പ്ലേ ആണ്. ഈ ലിവറിൻ്റെ പ്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലച്ചാമ്പ് വരുന്ന കേബിളിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം. ക്വിക്കായിട്ടുള്ള സെറ്റിംഗ് വേണമെങ്കിൽ വേണ്ട ഈ ക്ലച്ചിൻ്റെ ഈ യോക്കിൻ്റെ ഇവിടെ ഒരു അഡ്ജസ്റ്റർ ഉണ്ട്, ഇതേലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ക്ലച്ച് ആക്ച്വേറ്റ് ചെയ്യുന്നതിന് മുൻപുള്ള ഈ ഒരു ഫ്രീ പ്ലേ ആണ് ക്ലച്ച് ഫ്രീ പ്ലേ എന്ന് പറയുന്നത്. ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങേ അറ്റത്തായിരിക്കും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് സോൺ, അല്ലെങ്കിൽ ലിവറിൻ്റെ അങ്ങേ അറ്റത്തായിരിക്കും. ഈ ആമിൽ കാണുന്ന ഈ ഒരു ഫ്രീ പ്ലേ ഉണ്ടല്ലോ, ഈ ഒരു ഫ്രീ പ്ലേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രീ പ്ലേ ഇല്ലാതെ ഒരിക്കലും ക്ലച്ച് സെറ്റ് ചെയ്യരുത്. ഇതുപോലെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലിവർ അനക്കുമ്പോൾ തന്നെ ക്ലച്ച് എൻഗേജ്ഡ് ആകാൻ തുടങ്ങും. ലിവർ നമ്മൾ വിട്ടതിന് ശേഷം ഈ ഒരു ഫ്രീ പ്ലേ ബാക്കി നിൽക്കണം. ഒരു കാരണവശാലും ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് സോൺ എന്ന് പറയുന്നത് ഈ ഗ്രിപ്പിനോട് വളരെ ചേർന്ന് വരില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ ക്ലച്ച് പിടിക്കുന്ന സമയത്ത് ക്ലച്ച് ഫുള്ളി ഡിസെൻഗേജ്ഡ് ആകാതെ വരികയും ഗിയർ ഷിഫ്റ്റുകളൊക്കെ കുറച്ച് ടൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി മൂവ് ചെയ്യാതെ ക്ലച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ക്ലച്ചിന് അത്യാവശ്യം നല്ല ഡ്രാഗ് ഉണ്ടാകുകയും ക്ലച്ച് പെട്ടെന്ന് വിയർ ഔട്ടായി പോവുകയും ചെയ്യും. നമ്മൾ ബൈക്കിൻ്റെ ഹാൻഡിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുമ്പോൾ ഈ ക്ലച്ച് കേബിളിനെല്ലാം മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഹാൻഡിൽ രണ്ട് വശത്തോട് തിരിക്കുന്ന സമയത്തും ഈ ക്ലച്ചിന് ആവശ്യത്തിനുള്ള ഫ്രീ പ്ലേ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ വണ്ടിക്ക് ഇപ്പോൾ ഫ്രീ പ്ലേ കുറച്ച് കൂടുതലാണ്, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രീ പ്ലേ ഇല്ലാണ്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ക്ലച്ച് ചെറിയ രീതിയിൽ സ്ലിപ്പ് ആയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഫ്രീ പ്ലേ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലെങ്കിൽ നമ്മുടെ ക്ലച്ച് സ്ലിപ്പ് ആകാനും ക്ലച്ച് വിയർ ഔട്ട് ആകാനും നിങ്ങളുടെ മൈലേജ് ഡ്രോപ്പ്, പവർ ഡ്രോപ്പ് എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ ഫ്രീ പ്ലേ സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് നിങ്ങളുടെ വണ്ടിയുടെ മാനുവൽ നോക്കാമെന്നാണ്. അതിനകത്ത് കൃത്യമായിട്ട് ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേ കാണും. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണം സെറ്റ് ചെയ്യാം.